ഹലോ സദ്ഗുരേ ശരണം. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം ഈ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമുള്ളൂ, വണ്ണം കുറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് 2026 ആണ്. ലൈവായിട്ട് വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ വെയിറ്റ് ലോസ് ജേർണി ഇന്ന് 37ാമത്തെ ദിവസം എത്തിയിട്ടോ. പക്ഷെ ഈ കഴിഞ്ഞ ഒരു 10 ദിവസം എനിക്ക് ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു, കൈവേദന, മടി. കാരണം എല്ലാം ഒരു ഉത്സാഹം നഷ്ടപ്പെട്ട പോലെ ഒരു അവസ്ഥ വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ ഒരു ഫീലിംഗ് മനസ്സിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ബേസിക്കലി ക്ഷീണം. അപ്പോൾ ചിലർ പറയായിരിക്കും ഭക്ഷണമൊക്കെ കുറച്ച് അങ്ങനെയാണ് എന്ന്, അല്ലേ? അതെ, ഒരു പരിധിവരെ അത് കറക്റ്റാണ്. കാരണം ഞാൻ കാലറി ഡെഫിസിറ്റിലേക്ക് നമ്മൾ വന്നല്ലോ. അപ്പോൾ കാലറി ഡെഫിസിറ്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ? ശരീരം സ്റ്റാവ് ചെയ്യും, നമ്മുടെ വണ്ണം കുറയും. അങ്ങനെ വണ്ണം കുറയുമ്പോൾ നമ്മൾ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കൊടുത്തില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങും. അതെന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും ഒരു ഉത്സാഹക്കുറവ് വരും. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എനർജി വേണമല്ലോ. അപ്പം ശരീരത്തിന് ഈ ഉള്ള എനർജി സേവ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത വന്നിട്ട് നമുക്കൊരു ക്ഷീണം മോഡിലേക്ക് ശരീരം മാറും. അപ്പം നമ്മളൊന്നും അധികം ചെയ്യില്ല. അങ്ങനെ ശരീരത്തിൻ്റെ ഒരു സൂത്രമാണ് ഈ ക്ഷീണം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ നടക്കാൻ പോകുന്നതിനുള്ള താല്പര്യം കുറഞ്ഞു, അതായത് എക്സസൈസ് ചെയ്യാനുള്ള, അങ്ങനെ എല്ലാം വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി, അയ്യോ ഇനി വണ്ണം കുറയില്ലേ. നിങ്ങളിൽ പലർക്കും ഇങ്ങനെ തോന്നുന്നുണ്ടാവും അല്ലേ? തുടക്കത്തിൽ ഭയങ്കര ഉത്സാഹം, പിന്നെ നമുക്ക് ഒരു മടുപ്പ് വന്ന് വീണ്ടും പഴയ പോലെ ആവാനൊരു ചാൻസ് ഉണ്ട്. ശരിയാണ്, ഞാൻ എങ്ങനെ ആ ഒരു ബ്രിമ്മിലേക്കൊക്കെ ഇങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ സടകുടഞ്ഞെഴുന്നേറ്റു. എന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോഴും ഞാൻ കാലറി ഡെഫിസിറ്റ് ഒക്കെ ഫോളോ ചെയ്തു. പക്ഷെ എക്സസൈസിലൊക്കെയാണ് കുറവ് വന്നത്, നടത്തത്തിലൊക്കെ. പിന്നെ മറ്റു ചില കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ട് ഈ നടക്കാൻ പോകുന്ന കാര്യത്തിൽ പല ദിവസവും ഞാൻ സ്കിപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും ആ ഒരു 5 കിലോ കുറഞ്ഞതിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സഡനായിട്ട് ഞാൻ എന്താ സംഭവം എന്ന് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ ശരീരത്തിൽ പ്രോട്ടീൻ ആവശ്യത്തിന് ഞാൻ കൊടുക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഈ ഡയറ്റ് പ്ലാനിൽ ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട്. കാര്യമായൊരു അപ്ഡേഷനാണ്, അത് നിങ്ങളെ ഉടനെ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലറി ഡെഫിസിറ്റ്. അത് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. കാലറി ഡെഫിസിറ്റ് മസ്റ്റാണ്. നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാലറി ഡെഫിസിറ്റ് ചെയ്താൽ മാത്രമേ വണ്ണം കുറയുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കാലറി ട്രാക്ക് ചെയ്യാനുള്ള ജേർണൽ മസ്റ്റായിട്ട് എഴുതണം. ഇത് എഴുതുന്നതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ അപാരമാണ്. നമ്മൾ എന്താ കഴിക്കുന്നതെന്ന് കറക്റ്റ് കൺട്രോൾ കിട്ടും. ഇത് എഴുതിയില്ലെങ്കിൽ അത് ഒരുമാതിരി ഒരു ഊഹാപോഹം മാത്രമായിരിക്കും. പക്ഷെ ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു കാലറി ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻ കഴിക്കേണ്ടത്. അപ്പോൾ കാലറി ഡെഫിസിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമുക്ക് എങ്ങനെ ശരീരത്തിന് കൊടുക്കാം. മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും എത്ര പ്രോട്ടീനാണ് ആവശ്യം, അതിന് പറ്റിയൊരു ഡയറ്റ് പ്ലാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, പക്ഷെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ഇതുപോലുള്ള ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. എൻ്റെ ഡയറ്റ് പ്ലാൻ ഡെയിലി ഞാൻ എന്താ കഴിക്കുന്നതെന്ന്, കാലറി എത്രയാണെന്നുള്ളത് ഞാൻ എത്രയോ ഷോർട്സിൽ ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിലൊന്നും ഞാൻ ഈ പ്രോട്ടീൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അതായത് പ്രോട്ടീൻ വേണമെന്നുള്ളത് എനിക്കറിയാം, ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ് കഴിക്കേണ്ടത്, കാർബ് അതിൽ കുറച്ചാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുവെങ്കിലും എനിക്ക് ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. മനസ്സിലായി? അവിടെയാണ് എനിക്ക് ഈ ക്ഷീണം വന്നതും. അതായത് എൻ്റെ മുൻപത്തെ വെയിറ്റ് ലോസിൽ എനിക്ക് സംഭവിച്ച മിസ്റ്റേക്ക് അതാണ്. അതായത് പ്രോട്ടീൻ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് കൊടുത്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഭംഗിയും ഘടനയും നമ്മുടെ എല്ലാം നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വല്ലാത്ത കോലം കിട്ടും. അതാണ് എനിക്ക് പറ്റിയ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടറിയാം.
ലാസ്റ്റൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയത് എന്താണ്, പതുക്കെ കഴിക്കാതെ വയറൊട്ടി പിന്നെ എനിക്കൊന്നും കഴിക്കേണ്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മിസ്റ്റേക്ക് ഇപ്രാവശ്യം വരരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ കഴിക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ വെയിറ്റ്, ഇപ്പം ഞാൻ വെയിറ്റ് കുറഞ്ഞല്ലോ, ഇപ്പോൾ 99 ആയിരുന്നു, അതിൽ നിന്നൊരു 5 കിലോയോളം കുറഞ്ഞു. പക്ഷേ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എക്സസൈസൊക്കെ കുറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു 96 കിലോ, അതായത് ഒരു 4 കിലോ കുറഞ്ഞു എന്നിരിക്കുന്നത്, 4-4.5 കിലോ. 5 കിലോ ആയിരുന്നെങ്കിലും ഒരു 1/2 കിലോ ഇങ്ങോട്ട് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും 96 കിലോ അല്ലെങ്കിൽ 95.5 കിലോ എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് നിങ്ങൾ ആദ്യം നോക്കണം ഫസ്റ്റ്. എന്നിട്ട് 1.6 ഇൻറ്റു 1.6 ചെയ്താൽ മതി. ആ വെയിറ്റ് ഇൻറ്റു 1.6. അപ്പം എൻ്റെ 95 ഇൻറ്റു 1.6 ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം വേണ്ടത് ഒരു 150 ഗ്രാം പ്രോട്ടീനാണ്. ഏകദേശം ഞാനൊരു റൗണ്ട് കണക്ക് പറയണം, ഒരു 150 ഗ്രാം ടു 170 വരെയൊക്കെ എനിക്ക് പ്രോട്ടീൻ എൻ്റെ ബോഡിക്ക് ആവശ്യമുണ്ട്. അപ്പം ഈ പ്രോട്ടീൻ ഞാൻ എൻ്റെ ബോഡിക്ക് കൊടുക്കുകയും വേണം, എന്നാൽ കാലറി ഡെഫിസിറ്റിൽ ഞാൻ നിൽക്കുകയും വേണം. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് പലർക്കും അറിയില്ല. അപ്പോൾ അവർ ഈ ഒരു കാര്യം അറിയാതെയാണ് നമ്മൾ ഈ ബ്ലൈൻഡ് മാൻ ത്രോ ഓൺ എ മാംഗോ ട്രീ എന്ന് പറയുന്ന പോലെ എടുത്തങ്ങ് എറിയുവാണ് കല്ല്. അപ്പം അങ്ങനെ വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. അപ്പം നിങ്ങളുടെ വെയിറ്റ് ഇൻറ്റു 1.6 ചെയ്യൂ. അപ്പോൾ എത്ര കിട്ടും അത് നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അത്രയും പ്രോട്ടീൻ നിങ്ങൾ ഡെയിലി കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ടാസ്ക് എന്താണ്, നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഈ പ്രോട്ടീൻ നമ്മൾ ഉൾക്കൊള്ളിക്കണം. അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് സംഭവം ചളാകുളമായത്. കാരണം എത്ര കഴിച്ചാലും നമുക്ക് ഇത്രയും പ്രോട്ടീൻ കിട്ടുന്നില്ല. പക്ഷെ ഇവിടെയാണ് എൻ്റെ പ്രശ്നം തുടങ്ങിയത്. കാരണം ഈ 100 ഗ്രാം പ്രോട്ടീൻ തന്നെ ശരീരത്തിൽ എത്തിക്കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കഴിക്കണമെന്ന് നോക്കിയപ്പോൾ അതിനെല്ലാം ഭയങ്കര കാലറി കൂടുതൽ. അപ്പോൾ ഒന്നുകിൽ അതെല്ലാം ഞാൻ കഴിച്ചു വരുമ്പോൾ 2000-ന് അപ്പുറത്തേക്ക് കാലറീസ് പോകുന്നു, പറ്റുന്നില്ല. അങ്ങനെയാണ് ഇതിനകത്ത് റിസർച്ച് ചെയ്യേണ്ടി വന്നത്. റിസർച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു കറക്റ്റ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. 150 ഗ്രാം പ്രോട്ടീൻ എനിക്ക് കഴിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കണം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം പട്ടിണി കിടക്കുമല്ലല്ലോ, നമ്മൾ ഒരുപാട് കഴിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിലുണ്ട്. അത് നല്ലൊരു സന്തോഷം നമുക്ക് തരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കാലറിയുടെ അകത്ത് നിന്നുകൊണ്ട് ഇതെങ്ങനെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണേ. 1/4 ലിറ്റർ പാല് കുടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വെറും 8 ഗ്രാമാണ്. അതുപോലെ ഇപ്പോൾ 30 ഗ്രാം കപ്പലണ്ടി കഴിച്ചാൽ കിട്ടുന്നത് 7 ഗ്രാം പ്രോട്ടീനാണ്. പക്ഷേ ഈ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു പൗഡറുണ്ട്, പ്രോട്ടീൻ പൗഡർ. അതിൽ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ 24 ഗ്രാം പ്രോട്ടീൻ കിട്ടും. മനസ്സിലായോ? പക്ഷേ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റിന് തന്നെ 3000 രൂപയാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ടല്ലോ സെലിബ്രിറ്റീസ് ഒക്കെ ഈ വേ പ്രോട്ടീൻ അവരോരോ സ്കൂപ്പ് എടുത്ത് പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്നത്. അത് വേറൊരു ഓൾട്ടർനേറ്റീവ്. ഇപ്പം നമുക്ക് ഈ വേ പ്രോട്ടീൻ ഒന്നും ഇല്ലാതെ നമ്മുടെ നോർമൽ ഫുഡിൽ നിന്ന് എക്കണോമിക്കലായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രോട്ടീൻ കിട്ടും. അതിനുള്ള വഴിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രോട്ടീൻ എന്തിനാണ് നമ്മളിങ്ങനെ കഴിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണ്ടേ, അത് പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓഫൺ കോൾഡ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ബിൽഡിംഗ് ഇഷ്ടിക പോലെയാണ്. ഒരു കെട്ടിടത്തിന് ഇഷ്ടിക എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും പ്രോട്ടീനാണുള്ളത്. മസിൽ ഗ്രോത്തിന്, നമുക്ക് എന്തെങ്കിലും മുറിവ് വന്നാൽ അത് ഉണങ്ങുന്നതിന്, നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് ഡാമേജ് ചെയ്താൽ അത് റിപ്പയർ ചെയ്യുന്നതിന്, ഇതിനെല്ലാം പ്രോട്ടീനാണ് ആവശ്യം. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ പ്രോട്ടീൻ ചെന്നില്ലെങ്കിൽ നമ്മുടെ മസിലാണ് നഷ്ടപ്പെടുന്നത്. മസിൽ എന്ന് പറയുന്നതാണ്, ഇപ്പം നമ്മുടെ ഹാർട്ട് ഒരു മസിലാണ്, നമ്മുടെ നാക്കൊരു മസിലാണ്. ശരീരത്തിൽ നമുക്ക് ഇരിക്കാനും എഴുന്നേക്കാനും നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ എടുത്ത് വളയ്ക്കാനും എല്ലാത്തിനും പറ്റുന്നത് ഈ മസിൽസ് നമുക്ക് ശരീരത്തിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കാലറി നമ്മൾ കുറയ്ക്കുമ്പോൾ ഈ മസിൽ നഷ്ടപ്പെടുന്നു. അപ്പോഴാണ് നമ്മുടെ ഷേപ്പൊക്കെ പോയി നമ്മൾ ആകെ കോലം കിട്ടുപോകുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നില്ലല്ലോ, കാലറി ഡെഫിസിറ്റ് വരുമ്പോൾ മസിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. മസിൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഷേപ്പും എല്ലാ ഓജസും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ സെലിബ്രിറ്റീസിനെയൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അവർ വണ്ണം കുറച്ചാലും അവരുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും, മുഖത്തിനൊന്നും ഒരു ഡാമേജും പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ
കൃത്യമായ അളവിൽ പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി ഫൈബറും കാർബും എല്ലാം അവർ ആവശ്യത്തിന്, ഗുഡ് ഫാറ്റും എല്ലാം അവർ ബാലൻസ് ചെയ്താണ് കഴിക്കുന്നത്. പ്രോട്ടീൻ കഴിച്ചാൽ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് കൂടും. അപ്പൊ ഈ പ്രോട്ടീൻ നമ്മൾ കഴിക്കുമ്പോൾ ശരീരം ആ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയാണ് മെറ്റബോളിസം കൂടുന്നത്. നന്നായിട്ട് പ്രോട്ടീൻ കഴിച്ചാൽ വിശപ്പ് കുറയും, ആവശ്യമില്ലാത്ത കൊതി നമുക്ക് ഉണ്ടാവില്ല, ഓവർ ഈറ്റിംഗ് തടയും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണല്ലോ വണ്ണം കുറയുന്നത്. പിന്നെ ഹോർമോൺസിനെയും എൻസൈംസിനെയും ഹെൽപ്പ് ചെയ്യും, നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. എനിക്ക് തോന്നി വണ്ണം കുറയ്ക്കുന്നവർ മാത്രമല്ല, എല്ലാ വ്യക്തികളും ശരിക്കും പറഞ്ഞാൽ നോക്കണം നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്നുണ്ടോ എന്ന്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരുടെയും ഡയറ്റിൽ കടലയും പയറും പരിപ്പും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അതിനാണ്. എപ്പോഴും നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സും മാത്രം കഴിച്ചുകൊണ്ടൊന്നും വണ്ണം കുറയ്ക്കാൻ പറ്റില്ല. പച്ചക്കറിയും ഫ്രൂട്ട്സും മാത്രം കഴിച്ച് വണ്ണം കുറയ്ക്കുന്നതാണ് കോലം കിട്ടുപോകുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കാണ് ഇത്രയും 1.6 ഒക്കെ വേണ്ടി വരുന്നത് കേട്ടോ. അല്ലാതെ സാധാരണ രീതിയിലുള്ളവർക്ക് വളരെ 0.8 ഒക്കെ മതി. അവരുടെ 1 കിലോയ്ക്ക് 0.8 ഗ്രാംസ് ഒക്കെ നമുക്ക് പ്രോട്ടീൻ മതിയാവും എന്നാണ് കണക്ക് പറയുന്നത്. അതിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ നോർമൽ ആയിട്ടുള്ള കടലയും പയറും പരിപ്പും ഒക്കെ നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്താൽ മതി. പിന്നെ നോൺ വെജ് ആണ് കഴിക്കുന്നതെങ്കിൽ അവർ ചിക്കനും പിന്നെ മീനും ഒക്കെ കഴിക്കുമ്പോൾ വേണ്ട പ്രോട്ടീൻ കിട്ടും. അപ്പം ഞാൻ ഇതിനകത്ത് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഡയറ്റിൻ്റെയും പ്ലാൻ ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസിന് 150 ഗ്രാംസ് പ്രോട്ടീൻ എങ്ങനെ ഈസി ആയിട്ട് കിട്ടും, നോൺ വെജിറ്റേറിയൻസിന് എങ്ങനെ കിട്ടും, അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്ന ഒരു ഫീലേ ഇല്ല. മാത്രമല്ല ഇത്രയും പ്രോട്ടീൻ അകത്ത് ചെല്ലാൻ വേണ്ടി ഭക്ഷണങ്ങൾ കഴിച്ചെത്തുന്നില്ല. അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. കാരണം എന്തൊക്കെ കഴിച്ചിട്ടും പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടുന്നില്ല. അവസാനം ഞാൻ കണ്ടുപിടിച്ച ഒരു സൂപ്പർ ഫുഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത്രയും നാൾ ഞാൻ തിരിഞ്ഞു പോലും നോക്കാത്തൊരു സാധനമായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷെ അത് ഇത്രയും സൂപ്പർ ഫുഡാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം വെയിറ്റ് ലോസ് ചെയ്യുന്നവരെ രക്ഷിക്കുന്ന അതായത് നമുക്ക് വളരെ തുച്ഛമായ പൈസ കൊണ്ട് നമുക്കിപ്പോൾ വേ പ്രോട്ടീനൊന്നും വേണ്ട, ഈ ഒറ്റ സംഭവം മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര പ്രോട്ടീനാണ് കിട്ടുന്നതെന്നറിയാമോ? എന്താണെന്നറിയാമോ? നമ്മുടെ സോയ ചങ്ക് മീൽ മേക്കർ എന്ന് പറയുന്ന ഈ സോയ, അത് ഒരു ഗുണമില്ല എന്നൊക്കെ ഞാൻ പണ്ട് ആരൊക്കെയോ പറഞ്ഞത്. ഒരു ഗുണമില്ല, എന്തോ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ബാക്കി വെച്ച് ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഏറ്റവും സൂപ്പർ ഫുഡാണ്. അതായത് വെജിറ്റേറിയൻസിന് ഏറ്റവും സൂപ്പറായിട്ട് പ്രോട്ടീൻ കിട്ടുന്ന സംഭവമാണ് സോയ ചങ്ക്. എന്നാൽ കാലറീസ് ആണെങ്കിലോ വളരെ തുച്ഛം. ഈ 50 ഗ്രാം സോയ കഴിക്കുമ്പോൾ ആകുന്നത് ഒരു 150 കാലറീസോ മറ്റോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ ഒന്നും അല്ല. എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് സോയ. അത് തന്നെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കൂടെ ഞാൻ കറി പോലെ കഴിക്കുന്നതാണ് വേറെ എന്തെങ്കിലുമൊക്കെ കാർബിന് വേണ്ടി. ഇപ്പോൾ ഒരു ദോശ കഴിച്ചു അല്ലെങ്കിൽ നമ്മളൊരു ചപ്പാത്തി കഴിച്ചു, അതെല്ലാം സൈഡ് ഡിഷാണ്. മെയിൻ എന്ന് പറയുന്നത് സോയാണ്. അപ്പോൾ ഈ സോയ ചങ്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പല റെസിപ്പികൾ നമുക്ക് യൂട്യൂബിൽ കാണാം. അപ്പം ഇന്ന് ഞാൻ സോയയും കടലമാവും, അത് ബേസൻ എന്ന് പറഞ്ഞ ഉഗ്രൻ സാധനമാണ്. അതിൽ ഒരുപാട് പ്രോട്ടീൻ, അതായത് കടലപ്പരിപ്പിൻ്റെ മാവാണല്ലോ കടലമാവ്. അപ്പോൾ കടലപ്പരിപ്പും ഈ സോയ ചങ്കും മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് നല്ല ദോശ പോലെ പച്ചക്കറിയും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് മല്ലിയിലയും സവാളയും തക്കാളിയും വെജിറ്റബിൾസും വേണമെങ്കിൽ പനീർ പീസൊക്കെ ഇടല പിസ്സ പോലെ ഉണ്ടാക്കി. ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ പനീറുണ്ട്, സോയയുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, പനീർ വേറെ അല്ലെങ്കിൽ കഴിക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചു. അപ്പോൾ അത് കുറച്ചുണ്ടാക്കി വെച്ച ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ അത് തന്നെ, മടുപ്പില്ലെങ്കിൽ അത് തന്നെ കഴിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള 150 ഗ്രാം പ്രോട്ടീൻ ഒറ്റയടിക്ക് കിട്ടും. കാലറി വളരെ കുറവും. അപ്പോൾ കാലറി കുറവിൻ്റെ ഗുണം എന്താ? അപ്പോൾ നമുക്ക് ബാക്കി വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? അപ്പോൾ സോയ ചങ്ക് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ വെജിറ്റേറിയൻസ് എടുത്ത് വീട്ടിൽ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് നല്ല പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ ഓരോ മീലിനും നമ്മൾ അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. സോയ നമ്മളെ രക്ഷിക്കുന്നത് മനസ്സിലാക്കണമെങ്കിലേ ജസ്റ്റ് ഇതൊന്ന് കേട്ടാൽ മതി. ഇപ്പൊ പനീർ എന്ന് പറയുമ്പോൾ 100 ഗ്രാം പനീർ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടുന്നത് 18 ഗ്രാം പ്രോട്ടീനാണ്. പക്ഷെ അത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു സോഴ്സാണ് പനീർ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ കാലറീസ് എന്ന് പറഞ്ഞാൽ 300 കാലറീസ് ആണ്. കുഴപ്പമില്ല, നമുക്ക് 300 കാലറീസ് ഒക്കെ ധാരാളം നമ്മുടെ കാലറി ഡെഫിസിറ്റ് അനുസരിച്ച് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല, പനീർ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ സോയ ചങ്കിൻ്റെ ഇത് കേട്ട് നോക്കുള്ളൂ. അതേസമയം സോയ ആണെങ്കിൽ 100 ഗ്രാം, അതായത് ഡ്രൈ സോയ 100 ഗ്രാം നമ്മൾ തൂക്കിയെടുത്താൽ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന 52 ഗ്രാം പ്രോട്ടീനാണ്
കാലറീസ് 345 കാലറീസ് മാത്രം. ആ ഡിഫറൻസ് മനസ്സിലായോ? സോയ ആണെങ്കിൽ വില കുറവ്, കാലറി കുറവ്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ്. മാത്രമല്ല അത് ഒരുപാട് ബെനിഫിറ്റ്സ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സൂപ്പർ ഫുഡാണ് സോയ. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സോയയുടെ ഗുണങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ഇടാം. ഇനി നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. കാരണം മീനുണ്ടല്ലോ, കരിമീൻ, കിളിമീൻ, അതൊക്കെ കഴിച്ചാൽ അതിനകത്ത് നിന്ന് ഒരുപാട് പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കരിമീൻ ആണെങ്കിൽ ഒരു 100 ഗ്രാം കരിമീൻ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് 20 ഗ്രാം പ്രോട്ടീൻ കിട്ടും. കാലറി ആണെങ്കിലോ 150 കാലറീസേ ഉള്ളൂ. ചിക്കൻ ആക്ച്വലി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചിക്കൻ കഴിക്കാൻ കുറച്ച് പേടിക്കണം. വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നും കഴിക്കുന്നവർക്ക് അത് ക്യാൻസറസ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ ഇനി അതിൽ പ്രോട്ടീൻ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ ബ്രസ്റ്റ് ആണ് നമ്മൾ പ്രോട്ടീന് വേണ്ടി കഴിക്കേണ്ടത്. അതൊരു 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് കഴിച്ചാലുണ്ടല്ലോ 32 ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത്. അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻസിന് പ്രോട്ടീൻ കിട്ടാനായിട്ട് ഈസിയാണ്. ഇപ്പം ചിക്കനും ഈ മീനും ഒക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടും. അല്ലാതെ ഇപ്പോൾ വേ പ്രോട്ടീനൊക്കെ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 3000 രൂപയൊക്കെ കൊടുത്ത് അത് വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഷേക്കൊന്നും കുടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഫുഡിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതുപോലെ വാങ്ങിച്ച് നമുക്കത് കഴിക്കാം, ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാം. അതുപോലെ ഗ്രീക്ക് യോഗേർട്ട് വളരെ നല്ലതാണ്. അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ നമുക്ക് കിട്ടും. അപ്പോൾ പ്രോട്ടീൻ കിട്ടുന്ന സോഴ്സുകളൊക്കെ ഇപ്പം ഞാൻ 2000 കാലറിയുടെ അകത്ത്, ഇപ്പം ഏകദേശം വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഏകദേശം ഒരു 2000 കാലറിയൊക്കെ ആയിരിക്കും അവരുടെ കാലറി ഡെഫിസിറ്റ് വരുന്നത്. അതിപ്പോൾ നിങ്ങൾ നോക്കി കാണുമല്ലോ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് കാലറി ഡെഫിസിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. പക്ഷേ അത് എത്ര പേര് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം അതുകൊണ്ടാണല്ലോ ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്, പിന്നെ കാലറി ഡെഫിസിറ്റൊക്കെ നോക്കി ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന്. അത് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. കാലറി ഡെഫിസിറ്റ് നിങ്ങൾ ആദ്യം അത് പ്ലാൻ ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഒരു ബുക്ക് വെച്ചേ പറ്റൂ. എങ്കിൽ നിങ്ങൾ മാജിക്കലാണത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അമേസിങ് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യമാണ് ഈ പ്രോട്ടീൻ. അപ്പോൾ കാലറി ഡെഫിസിറ്റും എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് പ്രോട്ടീൻ. ആ പ്രോട്ടീനുള്ള കാര്യമാണ്. അത് കുത്തിയിരുന്ന് നമ്മൾ റെഡിയാക്കി എടുക്കണം. ഒരു ചാർട്ട് തന്നെ നമ്മൾ റെഡിയാക്കി നമ്മൾ അതിന് വേണ്ട പ്രിപ്പയർ ചെയ്താൽ നമ്മൾ പോലെ അറിയാതെ നമ്മൾ ഫുഡും കഴിക്കും, വണ്ണവും കുറയും. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരില്ല. നിങ്ങൾക്ക് എപ്പോഴും വയറ് നിറഞ്ഞിരിക്കും. കഴിക്കാൻ പറ്റാത്ത കുഴപ്പമേ ഉണ്ടാവുള്ളൂ. ഈ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കണമെന്ന് വിചാരിച്ചത് എന്ത് മണ്ടത്തരായിപ്പോയെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വയറ് നിറച്ച് തൃപ്തിയോടെ ഭക്ഷണം കഴിക്കും. ഈ ഒരു ഡയറ്റ് തുടങ്ങിയതിൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ നമ്മുടെ ഡയറ്റിങ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മുടി ഭയങ്കര റഫായി, ചകിരി പോലെ. അപ്പം ഞാൻ മോളുടെ അടുത്ത് പറയുന്നു, അയ്യോ എൻ്റെ മുടി എന്ത് പറ്റും, മുടിക്ക് ഇങ്ങനെ ഭയങ്കര ചകിരി. ഇപ്പം നമ്മൾ ഈ സ്മൂത്തനിങ് എല്ലാം ചെയ്തിട്ടുള്ള മുടിയാണ്, എന്നിട്ടും മുടി ഭയങ്കര റഫായിട്ട് വരും. അപ്പോൾ സംഭവം എന്താ, എനിക്ക് എന്ത് ചെയ്യും, ഞാൻ ഇതെന്ത് പറ്റിയെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് വിചാരിച്ചിട്ടല്ല, പക്ഷേ ഈ ഒരു മാറ്റം ഞാൻ വരുത്തിയല്ലോ. പ്രോട്ടീൻ ഇൻടേക്ക് ശ്രദ്ധിച്ചു. 150 ഗ്രാം പ്രോട്ടീൻ ശരീരത്തിൽ എത്തണമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ ഒറ്റ ദിവസം കഴിച്ചുള്ളൂ, അടുത്ത ദിവസം എൻ്റെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ സംഭവം എന്താ, മുടിക്ക് വേണ്ട പ്രോട്ടീൻ ബോഡിയിലേക്ക് കിട്ടിയപ്പോൾ മുടിയുടെ ആ ചകിരി പോലെ പോയി. മറ്റേത് ഞാൻ കാലറി ഡെഫിസിറ്റ് തുടങ്ങി കഴിഞ്ഞപ്പോൾ മുടിക്കുള്ള പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല, പിടികിട്ടിയില്ലേ. അപ്പോഴാണ് പിന്നെ ക്ഷീണം. അപ്പോൾ കുറച്ച് ചോറ് കഴിക്കണം, ഉറപ്പായിട്ട് ഒരു കൊച്ചു ബൗള് ചോറ് കഴിക്കും, അത് മസ്റ്റാണ്. കാരണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണൊക്കെ അങ്ങ് വിടർന്ന പോലെ തോന്നുന്നു, കാരണം എനർജി. അല്ലാതെ ഒരു പ്ലേറ്റ് കണക്കിന് ചോറ് കഴിക്കരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് പറഞ്ഞായിരുന്നു, നമ്മളൊരു 10 ടേബിൾ സ്പൂൺ ചോറ് എടുക്കുമ്പോൾ തന്നെ അത് 180 കാലറിയാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് ചോറെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 100 ഗ്രാം ചോറ് അത് മതി. എന്നിട്ട് കൂടെ ഈ പറഞ്ഞ പോലെ സോയ അല്ലെങ്കിൽ പനീർ, കടല, അതെല്ലാം നിങ്ങൾ ഇനി നോക്കിക്കൊള്ളാം നിന്ന് എത്ര പ്രോട്ടീൻ കിട്ടുമെന്ന്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ നിങ്ങളുടെ ഫുഡ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ വണ്ണം തനിയെ കുറഞ്ഞോളും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. So see you in the next video. Until then, you take care. Sadgureshwar.